മുന്നണികളെല്ലാം അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് അവരുടെ തീവ്രവാദത്തെ കേന്ദ്രമാക്കി ഇന്ത്യയിൽ പാർപ്പിടങ്ങൾ കൊടുത്തുകൊണ്ട് ഈ അവസ്ഥ വരെ എത്തിയപ്പോൾ ഇന്ന് നമ്മുടെ സഹോദരിമാർ മരിച്ചിട്ട് ഈ 4 മാസം പൂർത്തിയാകുമ്പോൾ അദ്ദേഹം പാകിസ്ഥാനുമായി കൈ കൊടുത്തതില് എന്താണ് കാര്യമെന്ന് ഇവിടുത്തെ ജനത പരിശോധിക്കണം. ഇല്ല എങ്കിൽ അദ്ദേഹം സ്വമേധ രാജിവെച്ച് ഒരു ഇലക്ഷനെ ബാലറ്റ് പേപ്പറിലൂടെ നേരിടാൻ പ്രധാനമന്ത്രിയും BJPക്ക് കഴിയുമെങ്കിൽ സത്യസന്ധമായി വോട്ടിന് അവര് രംഗത്ത് വരട്ടെ. ഇത്രയും കാലത്തെ കൊടും ചതികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനികളെ നമ്മൾക്ക് സത്യസന്ധമായിട്ട് അവരോടുള്ള പ്രത്യക്ഷ വെറുപ്പുകളൊന്നുമില്ല. അവരവരുടെ പണി ചെയ്യുന്നു. അതിനുള്ള സൗകര്യം ഒരുക്കുന്നത് ഇവിടുത്തെ ഭരണകൂടമാണ്. എന്തിനാണ് പിന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം പറയുന്നത് ഇനി ജലവും രക്തവും ഒരുമിച്ച് വേണ്ട? ഇപ്പൊ എന്താണ്? ഇപ്പൊ പണവും ക്രിക്കറ്റുമാണ്. ഇത് അന്വേഷണ വിധേയമാക്കണം. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനാണല്ലോ ഈ ബോർഡിന്റെ നേതാവായിരിക്കുന്നത്, തലപ്പത്തിരിക്കുന്നത്. എന്താണ് മാനദണ്ഡം? പാകിസ്ഥാനുമായി ഇത്ര തിരക്ക് പിടിച്ച് ദുബായിൽ പോയി ഒരു മാച്ച് നടത്താനുള്ള എന്ത് മാനദണ്ഡമാണ്? ഈ രാജ്യത്തെ കഷ്ടത അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്രയോ ഇന്ത്യൻ ജനതകൾ ഇവിടെ നിൽക്കുന്നു. ഈ ദുബായിൽ വെച്ച് എന്തിനാണ് ഈ പുതിയൊരു മാച്ചിന് വേണ്ടിയിട്ട് പോയത്? ഇത് അന്വേഷണ വിധേയമാക്കണം. ഇവിടെ ഒരു ഏജൻസിക്കും ഈ രാജ്യത്ത് അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതായി. ആകെ അന്വേഷിക്കുന്ന EDയും CBIയും ആരാ? അത് പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ വീട് കയറിയാണ് അന്വേഷണം. അവർക്ക് ആംബിയറുണ്ടോ? അവർക്ക് പറ്റുമെങ്കിൽ ഈ വിഷയത്തെ പറ്റി അന്വേഷണം നടത്തട്ടെ. ഞങ്ങൾ 1001 കുടുംബങ്ങളിൽ നിന്നും സിന്ദൂരം ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് അടുത്ത ദിവസം ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് നേരിട്ട് പോസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ സിന്ദൂറിന്റെ മറുപടി ശിവസേന ഇന്ത്യയിൽ കൊടുക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. സിന്ദൂരത്തിന്റെ അർത്ഥമറിയാത്ത, സിന്ദൂരത്തിന്റെ അർത്ഥത്തെ തെറ്റിദ്ധരിപ്പിച്ച ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ആ ഒരു പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നിങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണോ എന്ന് സംശയപ്പെടേണ്ട സാഹചര്യമാണെന്ന്. താങ്കൾ രാജിവെക്കൂ, എന്നിട്ട് ഒരു ഇലക്ഷന് നേരിടൂ. സത്യസന്ധമായി നിങ്ങളുടെ ഭരണം ഈ രാജ്യത്ത് നിന്ന് പോയാൽ അടുത്ത ഭരണകൂടം ആര് വന്നാലും ഈ കഴിഞ്ഞ ഇലക്ഷനുകളെല്ലാം അന്വേഷണ വിധേയമാകട്ടെ. അതേപോലെ തന്നെയായിരിക്കണം പാകിസ്ഥാന് വേണ്ടി ഇന്ന് ഇന്ത്യൻ പ്ലേയേഴ്സിനെ ആ ദുബായിലേക്ക് അയച്ചത്. അപ്പൊ ഈ അയക്കാൻ വേണ്ടി, കളിക്കാൻ വേണ്ടി പോയവരോടും ഞങ്ങൾക്ക് പറയുവാനുണ്ട്, ഞങ്ങളുടെ സഹോദരിമാരെ കൊന്നൊടുക്കിയ അവരായിട്ട് എന്ത് സംഭാഷണമാണ് നടക്കാൻ പോകുന്നത് ദുബായിൽ? ശരി, അവര് ഇന്ത്യയിലേക്ക് ക്ഷണിക്കൂ. എന്താ ക്ഷണിക്കാതെ? അവിടെ കാണികളെ മാറ്റി നിർത്തിയിരിക്കുന്നു ദുബായില്. കാണികൾക്ക് പ്രവേശനമില്ല. കാണികൾ പ്രവേശനമില്ലാതെയും ഈ കളി നടത്തുവാൻ വേണ്ടി ഈ രാജ്യത്തെ ഭരണകൂടം എന്തിനാണ് ഇത്ര തിരക്ക് പിടിച്ച് അന്വേഷിച്ച് ദുബായിക്ക് പോയത്? ഇത് അന്വേഷണ വിധേയമാകട്ടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉത്തരം പറയാമെങ്കിൽ പൊതുസമൂഹത്തോട് പറയട്ടെ അദ്ദേഹം ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, ആരുടെയാണ് താല്പര്യമെന്ന്. അപ്പൊ ഈ വിഷയങ്ങളില് ശിവസേന രാജ്യാന്തര പ്രക്ഷോഭത്തിന്റെ തുടക്കം മാത്രമാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളില് പാകിസ്ഥാനെതിരെ തന്നെ ഞങ്ങൾ തീവ്ര നിലപാട് സ്വീകരിക്കും. ഈ രാജ്യത്തെ ഭരണഘടനയോടും ഈ രാജ്യത്തെ സംസ്കാരത്തോടും കൂറുള്ള ശിവസൈനികരെ റോട്ടിലിറങ്ങും എന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ധർണ പ്രതിഷേധ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ശിവസേന. നമ്മുടെ ഈ പ്രതിഷേധ ജ്വാല പാകിസ്ഥാനുമായിട്ടുള്ള ക്രിക്കറ്റ് കളി, ഇന്ത്യയുമായി ക്രിക്കറ്റ് കളി നടക്കുന്ന ഇന്നേ ദിവസം ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു ബന്ധവുമില്ല.